ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 3 മണി സമയത്ത് ലോകം മുഴുവനും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ ആലയത്തിൽ നിന്ന് ഉയരുന്ന ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം, നമ്മുടെയും പ്രാർത്ഥനകളെ, നമ്മുടെയും വേദനകളെ, നമ്മുടെയും സങ്കടങ്ങളെ, നമ്മുടെയും സ്വകാര്യ ദുഃഖങ്ങളെ ഈ അൾത്താരയോട് ഈ നിമിഷം നമുക്ക് ചേർത്ത് വയ്ക്കാം. ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ മോളെ, മോനെ, ജീവിതത്തിൽ നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാകട്ടെ, ഇതാ നിൻ്റെ മധ്യേ ജീവിക്കുന്ന കർത്താവുണ്ട്. നിന്നെ രക്ഷിക്കാനും നിന്നെ വീണ്ടെടുക്കാനും കഴിയുന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ഈശോയോട് നിൻ്റെ വിഷമങ്ങളും നിൻ്റെ വേദനകളും നിൻ്റെ സങ്കടങ്ങളും നിൻ്റെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും പങ്കുവെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും നിൻ്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. രോഗികളായിട്ടുള്ള മക്കൾ ഇതിനകത്ത് ഈ ആരാധനയിൽ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് കൊടുക്കുക. മനസ്സ് തളർന്നും ജീവിതമല്ലാതെ ഭാരപ്പെട്ടും കഴിയുന്ന മക്കൾ ഈ നിമിഷം പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്ന മക്കൾ, വല്ലാതെ നിരാശപ്പെട്ട് ആകുലപ്പെട്ട് ജീവിതം വെച്ച് നീട്ടിയ ജീവിതത്തിൻ്റെ ചില സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ ഉത്തരം കിട്ടാതെയും മാനസികമായി തളർന്നും പ്രതീക്ഷ നഷ്ടപ്പെട്ടും പ്രത്യാശ നഷ്ടപ്പെട്ടും നിരാശയ്ക്ക് അടിമപ്പെട്ടുമൊക്കെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. മക്കളെ, നിങ്ങളുടെ അവസ്ഥകളിലേക്ക്, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വിഷമസന്ധിയിലേക്ക്, സങ്കടത്തിലേക്ക് തമ്പുരാനെ നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു. ജോലി മേഖലകളിൽ തടസ്സങ്ങളുള്ളവരുണ്ട്, വിവാഹത്തിൻ്റെ മേഖലയിൽ തടസ്സങ്ങളുള്ളവരുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട്, വിദേശ യാത്രകൾ അടഞ്ഞുപോയ മക്കളുണ്ട്, പഠന മേഖലകൾ, ഭാവി ജീവിതം, അതൊക്കെ വല്ലാതെ അസ്വസ്ഥതകളുണ്ടാക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ട്. ഈശോയെ, കുടുംബങ്ങളിലും ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഈ മക്കളെല്ലാം നിൻ്റെ കരുണയ്ക്കായി നിമിഷം ചേർത്ത് വയ്ക്കുന്നു. നിൻ്റെ സ്നേഹത്തിൽ നീ ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ പറ്റാത്ത കരുണയാണല്ലോ അൾത്താരയിൽ നീ വെളിപ്പെടുത്തുന്നത്. നിൻ്റെ നിത്യമായ സ്നേഹമാണല്ലോ ഈശോയെ ഈ അൾത്താരയിൽ നീ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. കർത്താവേ, നിൻ്റെ കരബലവും നിൻ്റെ ശക്തിയും നിൻ്റെ സ്നേഹവും നിൻ്റെ സാന്നിധ്യവും കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും കർത്താവേ നീ നിറയ്ക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി നിന്നോ എഴുന്നേറ്റ് നിന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥകൾ അനുവദിക്കുന്നത് പോലെ ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവിനോട് പറയാം, ഈശോയെ, ഇതാണ് എൻ്റെ അവസ്ഥ, ഈശോയെ, ഇതാണ് എൻ്റെ സങ്കടങ്ങൾ, ഈശോ, ഇതൊക്കെയാണ് എൻ്റെ ദുഃഖങ്ങൾ. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3 നാം വായിക്കുന്നത്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെയാണ് അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നത്. കർത്താവെ, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാനും അങ്ങനെ സമാധാനത്തിൻ്റെ തികവിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്താനും ഈ നിമിഷങ്ങളിൽ നീ ഞങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെ, നിങ്ങളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഈ മക്കൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരിസ് ഭവനോട് ചേർന്നും കാരിസ് ഭവനിൽ നിന്നും വരുന്ന ഈ ശുശ്രൂഷയോട് ചേർന്ന് ഈശോയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ നീ പ്രത്യേകം ഇപ്പോൾ നിൻ്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഈശോയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് നിന്റെ സാന്നിധ്യം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങൾ ഈ ആരാധനയുടെ നിമിഷങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി ഇടങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ വരുമാന മാർഗങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ രോഗാവസ്ഥകളിലേക്ക് കർത്താവെ നിന്റെ സാന്നിധ്യവും ശക്തിയും നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവ് ഈ അൾത്താര വിട്ടിറങ്ങി നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ നീ കടന്നു വന്നാലല്ലാതെ, നീ ഒന്ന് സ്പർശിച്ചാലല്ലാതെ ഈശോയെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞങ്ങളുടെ ജീവിതം. കർത്താവെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കള് ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. ഈശോയെ ശാരീരികമായി വല്ലാതെ വേദനിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന രോഗാവസ്ഥകളുടെ നടുവില് കർത്താവെ വേദനിക്കുന്ന മക്കള് ഇതിനകത്തുണ്ട്. കരുണ കാണിക്കണമേ യേശുവേ, കരുണ കാണിക്കണമേ ഈശോയെ, കരുണ കാണിക്കണമേ. കർത്താവെ പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന മക്കളുണ്ട്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ട്. കർത്താവെ വിടുതൽ ആവശ്യമുള്ള മക്കള്, വീണ്ടെടുപ്പ് ആവശ്യമുള്ള മക്കള്, ദൈവിക ഇടപെടൽ ആവശ്യമുള്ള ജീവിതങ്ങള് ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈശോയെ ക്യാൻസറുകൾ പോലുള്ള രോഗപീഠകളുടെ നടുവിലായിരിക്കുന്നവര്, വെന്റിലേറ്ററിന്റെ നടുവിൽ കഴിയുന്നവര്, മരണതുല്യമായ ജീവിതത്തിന് അനുഭവം പേറുന്നവര്, ഈശോയെ അനുതാപമില്ലാതെ കടന്നു പോകുന്ന മക്കള്, മാനസാന്തരമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മക്കള്, മാരക പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നവര്, കരുണ കാണിക്കണമേ ഈശോയെ, കരുണ കാണിക്കണമേ ഈശോയെ, കരുണ കാണിക്കണമേ യേശുവേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ആത്മന ഞങ്ങൾ കണ്ടു പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇവർ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ നീ കരുണയോടെ ഈ നിമിഷം കടാക്ഷിക്കണമേ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നവ്യമാക്കി ഈ ജീവിതം കരങ്ങൾ കൂപ്പി നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു. നവ്യമാക്കി ഈ ജീവിതം നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതിന്നൊന്നുമില്ല. എന്നും കരങ്ങൾ വഹിപ്പവനേ നന്ദിയല്ലാതിന്നൊന്നുമില്ല. എന്നും കരങ്ങൾ വഹിപ്പവനേ. കൂപ്പുകരങ്ങളോടെ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചത് കർത്താവ് ഏറ്റെടുത്തു. ഈശോ നമ്മളോട് കരുണ കാണിച്ചു എന്ന് വിശ്വസിക്കാം. നമ്മുടെ സങ്കടങ്ങളെന്നും നമ്മുടെ സങ്കടങ്ങളാണ്. അത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴാണ് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം കർത്താവിനെ ഫലമേൽപ്പിക്കുവിൻ. കർത്താവേ, ഇതാ ഈ ആരാധനയിൽ ഞങ്ങൾ ചെയ്തത് അതാണ്. ഞങ്ങളുടെ എല്ലാ വേദനകളും നിൻ്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാൽവരിയിലാണല്ലോ നീ പൂർത്തീകരിച്ചത്. നീ ഞങ്ങളോട് കരുണ കാണിച്ചുകൊണ്ടാണല്ലോ ഞങ്ങളെ വീണ്ടെടുത്തത്. ഈശോയെ, ആ കാരുണ്യത്തിലേക്ക് ഈ മക്കളിപ്പോൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ആർക്കെല്ലാം വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം ഒരിക്കൽ കൂടി നിൻ്റെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് തമ്പുരാനെ
ഓരോരുത്തരെയും നീ തൊട്ട് അനുഗ്രഹിക്കുകയും നിന്റെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും